നമ്മുടെ ക്രിസ്മസ് സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു റെഡ് വെൽവെറ്റ് കപ്പ് കേക്കാണ്. ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെഡ് വെൽവെറ്റ് കേക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കേക്കിന് ആവശ്യമായ മൈദയാണിത്. 1.5 കപ്പ് മൈദയുണ്ട്. പിന്നെ സോഡാപ്പൊടി 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, ഉപ്പ് അതും 1/2 ടീസ്പൂൺ ഉപ്പ്, കൊക്കോ പൗഡർ 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ അതുകൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല വൃത്തിയായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ബട്ടർ, റൂം ടെമ്പറേച്ചറുള്ള ബട്ടറാണ്. നമുക്കിത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. സോഫ്റ്റ് ആവുന്നിടം വരെ സ്പൂൺ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇത് പൊടിച്ച പഞ്ചസാരയാണ്. 3/4 കപ്പ് പഞ്ചസാരയുണ്ട്. കുറേശ്ശെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്നുകൂടെ ഇളക്കുക. ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ കുറേശ്ശെ ബാക്കിയുള്ള കൂടെ അങ്ങിട്ട് കൊടുത്തേ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കൊരു മുട്ട ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മുട്ടയുടെ സ്മെല്ലും അറിയത്തില്ല. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. ഇളക്കി കൊടുക്കാം.
നമുക്കിനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി വേണ്ടത് ബട്ടർ മിൽക്കാണ്. 1/2 കപ്പ് ബട്ടർ മിൽക്ക് കൂടെ ഒഴിച്ച് കൊടുക്കാം. അതുകൂടെ ഇളക്കി കൊടുക്കാം. ഞാൻ ഈ ബട്ടർ മിൽക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് 1/2 കപ്പ് പാലിനകത്ത് 1/2 മുറി നാരങ്ങ നീര് പിഴിഞ്ഞ് 5 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ ഈ അളന്നതെല്ലാം അതുകൊണ്ട് ഈ ഒരു കപ്പിനാണ്. ഈ കപ്പിലാണ് നമ്മൾ കപ്പ് കേക്ക് ഉണ്ടാക്കുന്നത്. ഇത് പേപ്പർ കപ്പാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു നമുക്ക് ഓവനൊന്നും ഇല്ലെന്ന്. അപ്പോൾ ഇതിനകത്താണ് ഉണ്ടാക്കുന്നത്. ഇത് അല്പം നെയ്യ് പുരട്ടി കൊടുക്കാം. നെയ്യോ ഓയിലായാലും മതി. ഇപ്പം എൻ്റെ നെയ്യുണ്ട്, അതുകൊണ്ട് ഞാൻ പുരട്ടിയെന്നേ ഉള്ളൂ. ഓരോ ഗ്ലാസ്സും നമുക്കിതുപോലെ ഗ്രീസ് പുരട്ടി ചെയ്യും. നമുക്ക് ഈ പാത്രം ചെറുതായതുകൊണ്ട് ഒരു വലിയ ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിനകത്തോട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ഇടാവുള്ളൂ. ആദ്യം 2 സ്പൂൺ ഇട്ടു. അതൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. അപ്പം നന്നായിട്ട് മിക്സായിട്ടുണ്ട്. നമുക്കിതിലോട്ട് റെഡ് കളർ ചേർത്ത് കൊടുക്കാം. നമുക്കൊരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്കൊന്നുകൂടെ കളർ കിട്ടിയില്ലെങ്കിൽ ഇച്ചിരി കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു ടീസ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പം നമ്മുടെ ബാറ്റർ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. കപ്പിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. കപ്പിൻ്റെ അരഭാഗം ഒഴിച്ച് വെച്ചാൽ മതി. ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിക്കാം. ഇത് ഓരോന്നും നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മളിത് ഫുൾ തീയിലാണ് വെച്ചിരിക്കുന്നത്. കപ്പ് കേക്ക് അപ്പം എന്തായാലും അടുപ്പത്തിരിപ്പുണ്ട്. ഇനി അതിന് വേണ്ട ക്രീം നമുക്കുണ്ടാക്കാം. ഒരു പാൻ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പാൽ. ഏത് കപ്പിലാണോ എടുത്തിരിക്കുന്നത് ആ കപ്പിന് 1/2 കപ്പ് പാൽ നമുക്ക് ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇത് മൈദാപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ മൈദാപ്പൊടിയുണ്ട്. അതുകൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കട്ടയില്ലാണ്ട് ഇളക്കി കൊടുക്കുക. നമ്മളിത് കുറുക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിരിക്കുക. കുറഞ്ഞ തീയിൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് കുറുകി വെച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം.
ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. 1/2 കപ്പ് ബട്ടറാണിത്. നമുക്കിത് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് അടിച്ചു കൊടുക്കാം. ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചിട്ട് നമ്മൾ ബട്ടർ വെളിയിൽ വെച്ചിരുന്ന കാരണം ബട്ടർ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒന്ന് അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ വിപ്പിംഗ് ക്രീം എന്തായാലും വെളിയിൽ നിന്ന് മേടിക്കുന്നില്ല, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ്. അപ്പം നമുക്കിത് 10 മിനിറ്റ് നേരത്തേക്കൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാം. കേക്ക് എന്തായെന്ന് നോക്കാം. അപ്പം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മേൾവശം കണ്ട് പേടിക്കുകയൊന്നും വേണ്ട. ഐസിങ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് മേൽഭാഗം കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഐസിങ് ചെയ്യുന്നത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ബട്ടറാണിത്. 10 മിനിറ്റ് ശേഷം എടുത്തതാണ്. നമുക്കിതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. നേരത്തെ പോലെ കുറേശ്ശെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒറ്റടിക്കിടാതെ കുറേശ്ശെയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മൈദാപ്പൊടിയും പാലും പഞ്ചസാരയും കൂടി നമ്മൾ കുറുക്കിയ മിക്സ്ചർ അതിലൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാൻ പറഞ്ഞില്ലായിരുന്നു. അതായത് അത് നമുക്ക് ഓരോ സ്പൂൺ എടുത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇനി മാറ്റി വെച്ചിട്ട് ഐസിങ് ബാഗിലോട്ടിത് നിറച്ച് കൊടുക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വിഭവമായിട്ട് ഞാൻ ഉടനെ വരുന്നുണ്ട്.